ഗുഡ് മോർണിംഗ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡിങ്, സെഗ്മെൻറ്റേഷന്, അമൂലിൻ്റെ ഹെൽത്തി ആൻഡ് എനർജി ഡ്രിങ്ക്സ്, പ്രൊഡക്റ്റ്, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്, അങ്ങനെ പിന്നെ അവരുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ക്വാളിറ്റി, വാല്യൂ ഫോർ മണി, ദെൻ അവൈലബിലിറ്റി, ദെൻ സർവീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ ചാപ്റ്റർ കഴിയാറായി. ഇതിൽ ചെറിയ രണ്ട് മൂന്ന് ടോപ്പിക്കുള്ളൂ ചെറുതായിട്ടുള്ള. അപ്പം അതും കൂടി പറയാനുള്ളൂ. അമൂല്യത ഇനി പറയാൻ ഈ ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ ഇതിനകത്ത്. അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പാൻഷൻ ടു ഫോറിൻ ഷോസ്, അതായത് അമൂലിൻ്റെ എക്സ്പാൻഷൻ. അതായത് അമൂല് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലെ ആനന്ദിലാണ് അമൂൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഗുജറാത്തിലുള്ള ചെറുകിട കർഷകർ ഫാമേഴ്സിനെയാണ് അവരുടെ ഉന്നമനമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിയുള്ള ഒരു അമൂല് പിന്നീട് അത് എങ്ങോട്ട് അമേരിക്കയിലോട്ടും വേൾഡിലോട്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് അത് മാറാനായിട്ട് തുടങ്ങി. അപ്പം ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഹാഡ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് വാൾമാർട്ട്. അപ്പം ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ഇതിൻ്റെ ഗുജറാത്തിലെ ആദ്യത്തെ ഒരു കോപ്പറേറ്റീവ് മേഖലയിൽ മിൽക്ക് ഫെഡറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നെ അമൂലൊക്കെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആരുമായിട്ട് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു? വാൾമാർട്ട് അല്ലേ. വാൾമാർട്ട് എന്ന് പറയുന്ന ആ കമ്പനിയുമായിട്ട് അവരുമായിട്ട് ഗുജറാത്ത് കോപ്പറേറ്റീവ് GCMMF അല്ലേ, സൈൻ ചെയ്തു അല്ലേ. അങ്ങനെ അവരുടെ അമൂലിൻ്റെ ബ്രാൻഡ് നെയിമിൽ അവരുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാനുള്ള ഒരു എഗ്രിമെൻ്റ് ആണത്. അങ്ങനെ അവരുടെ അമൂലിൻ്റെ ഇപ്പോൾ ഏതൊരു ബ്രാൻഡാണെങ്കിലും അവരുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാവും അല്ലേ. അതായത് വളരെ അതിൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ ചിലപ്പം അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പം അത്തരത്തിലുള്ള പ്രൊഡക്റ്റായ അമൂലിൻ്റെ ചീസ്, അതുപോലെ പ്യുവർ ഗീ, പിന്നെ അതുപോലെ അമൂൽ ഗുലാബ് ജാമുൻസ്, അത്തരത്തിലുള്ള ശ്രീഖാൻഡ്, ഇത്തരത്തിലുള്ള അമൂൽ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാനായി ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട്, അതുപോലെ US മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനായി തുടങ്ങി. അതാണ് പറഞ്ഞ എക്സ്പാൻഷൻ ടു ഫോറിൻ ഷോസ്. അതായത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ US വാൾമാർട്ടുമായിട്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്തത് അമേരിക്കയിലെ മാർക്കറ്റുകളിലേക്ക് അത് അവൈലബിൾ മാർക്കറ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലോട്ടായി മാറി. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഗുജറാത്തിലെ ആനന്ദിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അമൂൽ അല്ലെ. ആനന്ദ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അല്ലെ. ഗുജറാത്തിലെ ആനന്ദിൽ തുടങ്ങിയിട്ടുള്ള ഒന്നാണ് അമൂല് അല്ലെ. ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് അതാണ് അമൂൽ അല്ലേ. 1946 എന്ത് ചെയ്തിട്ടുള്ളത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പിന്നെ എക്സ്പാൻഷനിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമൂൽ ഏറ്റവും കൂടുതൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന പൈസയ്ക്ക് അവരുടെ വാല്യൂ വളരെയധികം മുറുകെ പിടിച്ചുകൊണ്ട് ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് ഇത് അമൂൽ അല്ലേ. അപ്പോൾ ആളുകൾ കൊടുക്കുന്ന ക്യാഷിന് വളരെ മൂല്യവത്തായ രീതിയിൽ കണ്ടുകൊണ്ട് അവർക്ക് വളരെ ക്വാളിറ്റിയിൽ അവർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുന്ന ക്യാഷിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കുന്നതാണ് അമൂൽ. അപ്പോൾ അതിൽ 50% ഓഫ് അമേരിക്കൻസ് ബീയിങ് മെഡിക്കലി ഒബീസ് ആൻഡ് ഇഫ് അമൂൽ ഈസ് റിയലി ലുക്കിംഗ് ടു ക്യാപ്ചർ ദി ഹാർട്ട്സ് ഓഫ് ദി ഹാർട്ട്സ്. അതായത് അമൂലിന് അവിടെയുള്ള അമേരിക്കയിലുള്ള ആളുകളുടെ ഹൃദയം കവരാനായിട്ട് സാധിച്ചു അല്ലേ. അതായത് ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വളരെ ലോ ക്വാളിറ്റിയുള്ള ലോ പ്രൈസുള്ള ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ അവരിലേക്ക് എത്താൻ തുടങ്ങിയപ്പം തന്നെ അമൂൽ അവരുടെയൊക്കെ ഒരു ഹൃദയത്തിൻ്റെ ഭാഗമായി അല്ലേ. അവർക്ക് ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് അമൂൽ മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് മാറിയപ്പോഴുള്ള നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. എൻവയോൺമെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ അതൊക്കെയാണ് ലിബറലൈസേഷനൊക്കെ വന്നൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ. അൺവാണ്ടഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി അതൊക്കെയാണ് ലിബറലൈസേഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു പുതിയ മാർക്കറ്റിലോട്ട് എൻ്റർ കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അമൂലിന് അത് സാധിച്ചു അല്ലേ. അവരുടെ 50% ഓഫ് ദി അമേരിക്കൻസ് അല്ലേ, പകുതി 50% ആളുകൾക്ക് അമൂല്
അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് അവരുടെ ഒരു എന്താ പറയുക ഒരു ഇഷ്ട പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് അമുല് മാറി. ഓക്കെ, ഇനി പറയാനുള്ളത് നെക്സ്റ്റ്. അപ്പോൾ അമുലിൻ്റെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ, അമുൽ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എന്താണ് അമുൽ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിൽ GCMMF പറഞ്ഞു. പിന്നെ അതിനകത്ത് പറയുന്നത് 3 ടയേഴ്സ് ആണ് അല്ലേ, ഡിസ്ട്രിക്ട്, വില്ലേജ്, ഡിസ്ട്രിക്ട്, ദെൻ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് അതിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ് പഠിച്ചത്. പിന്നെ പഠിച്ചത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ്. പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, ബ്രാൻഡ് സെഗ്മെൻറ്റേഷന്, ദെൻ ഹെൽത്ത് ആൻഡ് എനർജി ഡ്രിങ്ക്സ്, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ലാസ്റ്റ് ആണ് എക്സ്പാൻഷൻ ടു ഫോറിൻ ഷോസ്. ഇത്രയും കാര്യങ്ങളാണ് അമുൽ റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇഫ്കോ. എന്താണ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇഫ്കോ എന്നാണ് ഷോർട്ട്. ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, ദ ഇന്ത്യൻ ഫാം, അത് 1967, ഫൗണ്ടഡ് ഇൻ 1967. 1967 ഇഫ്കോ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യനെ ഒരു സ്വയം പര്യാപ്തത നേടിയെടുക്കുക. ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ഒരു സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതായിരുന്നു ഇഫ്കോൻ്റെ പ്രധാനപ്പെട്ട എയിം. അപ്പോൾ ആ ഒരു ടു മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ദ മെയിൻ എയിം ഓഫ് ഇഫ്കോ അല്ലേ. ഇഫ്കോ ഫൗണ്ടഡ് ഇൻ 1967. ദ മെയിൻ എയിം ഈസ് ടു മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യനെ സെൽഫ് സഫിഷ്യൻറ്റ്, സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്നുള്ളതാണ് ഇഫ്കോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് പറയുന്നത്. അപ്പോൾ ഇഫ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, അപ്പം ഇത് കോമൺ ആയിട്ട് ഇഫ്കോ എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ എക്സ്പാൻഷന് പുറത്തൊക്കെ എക്സാമിനൊക്കെ ചോദിക്കും, ചിലപ്പോൾ ഇഫ്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അന്തം വിട്ടിരിക്കരുത് അല്ലേ. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് അതിന് ഇഫ്കോൻ്റെ എക്സ്പാൻഷൻ. അത് അതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് പ്രോസസ്ഡ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് സപ്ലൈങ് നിയർലി 1/3 ഓഫ് ഇന്ത്യാസ് ഫെർട്ടിലൈസർ നീഡ്. അതായത് ഇന്ത്യൻ്റെ ഫെർട്ടിലൈസർ നീഡിൻ്റെ 1/3 ഭാഗവും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1/3 ഭാഗത്തോ 1/1/3 നിയർ ടു 1/3 അല്ലേ. അപ്പം അതിനടുത്തായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിൻ്റെ ഫെർട്ടിലൈസർ നീഡ്സ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഏറ്റവും ലാർജസ്റ്റ് നമ്പർ 1 ഫെർട്ടിലൈസർ പ്രൊഡ്യൂസേഴ്സ് ആണ് ആര്, ഇഫ്കോ അല്ലേ. 1967 അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഒരുപാട് അവർ ഏണിങ്സ് ഒക്കെ $200 million അല്ലേ 2012-13 കാലഘട്ടത്തിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇഫ്കോനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് പറയാനുള്ളത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് മിഷൻ ഓൺ ദി ഓർഗനൈസേഷൻ ടു ഇംപ്രൂവ് ദി വെൽഫെയർ ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ്. ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ വെൽഫെയർ ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇവർ ഉന്നം വെക്കുന്നത്. മീൻസ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ വെൽഫെയർ ആണ്, ക്ഷേമമാണ് ഇവരെന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അമുല് വന്നു കഴിഞ്ഞാലും അമുല് വന്നപ്പോൾ എന്ത് ചെയ്തു, അത് താഴെ തട്ടിലുള്ള വില്ലേജേഴ്സിൻ്റെ ഫാമേഴ്സിൻ്റെ അവരുടെ ഒരു ഉന്നമനാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ഇഫ്കോൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിൻ്റെ വെൽഫെയർ ആണ് അവരുടെ പ്രധാനപ്പെട്ട മിഷനായിട്ട് അവർ പറയുന്നത്. പിന്നെ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഓൾ ആസ്പെക്ട് ഓഫ് ഇഫ്കോ ടു വിസിറ്റേഴ്സ് ഫ്രം ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുനിന്നും രാജ്യത്തിനകത്തുനിന്നും വരുന്ന വിസിറ്റേഴ്സിന് ഇഫ്കോനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതും ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇഫ്കോ എന്താണ്, അല്ലെങ്കിൽ ഇഫ്കോൻ്റെ പ്രധാനപ്പെട്ട മിഷൻ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അറിവില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എക്സ്റ്റെൻഡ് IT എനേബിൾഡ് സർവീസസ് ടു ഫാമേഴ്സ് ആൻഡ് കോപ്പറേറ്റീവ് ടു പ്രൊമോട്ട് IT ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവ് IT കംഫർട്ട് ലെവൽസ് ഇൻ റൂറൽ ഇന്ത്യ. അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറായിട്ട് അറിയുന്ന ആളുകൾ വളരെ റയറായിട്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളും പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കമ്പ്യൂട്ടർ സാക്ഷരത അല്ലെ, ഒരു ഇൻഫർമേഷൻ IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാക്ഷരത ലിറ്ററസി ആളുകൾക്ക് കുറവായിരിക്കും. അപ്പം IT എനേബിൾഡ് സർവീസസ്
സർവീസസ് എന്ത് ചെയ്യുക, ഫാമേഴ്സിൻ്റെ അടുത്ത്, ലോക്കൽ ഫാമേഴ്സ്, റൂറൽ ഫാമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതും ഇഫ്കോൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു എക്സ്റ്റെൻഡ് ഈ സർവീസസ് ടു കോപ്പറേറ്റീവ് മെമ്പർ ഓഫ് ഇഫ്കോ ആൻഡ് ഇറ്റ് ഫേസ്ഡ് മാനർ എക്സ്റ്റെൻഡ് ഇ കൊമേഴ്സ് ത്രൂ ദി വെബ്സൈറ്റ്. ഇ കൊമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഈ എന്താ പറയുക, ഈ സർവീസസ്, ഇലക്ട്രോണിക് സർവീസസ്, ഇലക്ട്രോണിക് കൊമേഴ്സ്, ഫാമേഴ്സിനെ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഫാമേഴ്സിന് ഇ കൊമേഴ്സ്, ഈ സർവീസസ് വഴി എന്ത് ചെയ്യുക, അതിലോട്ട് അവരെന്ത് ചെയ്യുക, ആകർഷിപ്പിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇഫ്കോൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള ഇഫ്കോൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ 1967 ഇന്ത്യനെ ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആയ ഇഫ്കോ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ മിഷൻ, അപ്പോൾ അതിന് മിഷൻ എന്ന് പറയാനിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഫെർട്ടിലൈസർ ഇൻ റൈറ്റ് ടൈം, ഇൻ റൈറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ഇൻക്രീസ് ക്രോപ്പ് പ്രൊഡക്റ്റീവ്ലി. അതായത് പ്രൊഡക്റ്റീവായ രീതിയിൽ ക്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യഥാർത്ഥ സമയത്തിൽ നമ്മൾ എന്ത് ഹൈ ക്വാളിറ്റി ഉള്ള ഫെർട്ടിലൈസർ ഫാമേഴ്സിന്, വളങ്ങൾ അല്ലേ, ഫെർട്ടിലൈസർ എന്താ ഫാമേഴ്സിന് എത്തിക്കുക എന്നുള്ളത് ഇവരുടെ മിഷനാണ്. പിന്നെ ടു മേക്ക് പ്ലാന്റ്സ് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് കണ്ടിന്യൂസ്ലി റിവ്യൂ വേരിയസ് സ്കീംസ് ടു കൺസേർവ് ദ എനർജി. ഒരുപാട് സ്കീംസ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫാം ഇന്ത്യ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരം എന്ത് ചെയ്യുക, അതിൽ സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ എന്താ പറയുക, അത് റിവ്യൂ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഒരു മിഷനാണ്. ദെൻ ടു കമ്മിറ്റ്മെൻറ്റ് ടു ഹെൽത്ത് സേഫ്റ്റി. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സൊസൈറ്റി കമ്മ്യൂണിറ്റിക്കും ഹാനിയാവാത്ത കാര്യങ്ങൾ, ഹാനി മീൻസ് അവർക്ക് എഗെയിൻസ്റ്റ് ആവാത്ത എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് പ്രൊഡക്ഷൻ്റെ കേസാണ്. ഫാമേഴ്സിനെ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഫാമേഴ്സ് അല്ലേ, ഫാമേഴ്സിനെ ഉയർത്തുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഒരു എക്കോ കമ്മ്യൂണിറ്റി അല്ലേ, എന്താ പറയുക, നമ്മൾ ഒരു പരിസ്ഥിതി സൗഹൃദ കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുക. അതിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ, കർഷകർക്ക് എന്തെല്ലാം സഹായങ്ങൾ കൊടുക്കാൻ പറ്റുമോ, അത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ IT അല്ലേ, ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങൾ മുഴുവനും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇഫ്കോൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള മിഷൻസ് ആണ്. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്, സാധാ പോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അതിൽ. അതിൻ്റെ എല്ലാ മെമ്പർ സൊസൈറ്റീസ്, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അല്ലേ, അതിൻ്റെ ഇഫ്കോയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റി എന്നുള്ള ആളുകളാണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ അവർ കൂടി ചേർന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലേ. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരാണ് മീൻസ് ഇതിൻ്റെ മെമ്പർ സൊസൈറ്റീസ് നിന്നായിരിക്കും, മെമ്പർ സൊസൈറ്റീസ് എന്നുള്ള ആളുകൾ, ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിൻ്റെ RGB അല്ലേ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് അല്ലേ. ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ആ ചാപ്റ്റർ ഇപ്പം ഇന്നത്തോടെ അവസാനിച്ചു. അപ്പം നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.